പെങ്ങളുടെ മോള് ഋതുമതി അതിൻ്റെ ചടങ്ങുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ മടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് മതിയല്ലോ ചടങ്ങ് തുടങ്ങാനെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ നമ്മൾ എണ്ണയും മഞ്ഞളും ഒക്കെ തേക്കാനുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരോരുത്തരുടെ എണ്ണയും മഞ്ഞളും ഒക്കെ തേക്കാൻ തുടങ്ങി. ആളിങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് ഞാനും പോയി മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുത്തില്ല. എൻ്റെ കെട്ടിയവൻ വീഡിയോ എടുത്ത് തന്നില്ല എനിക്ക്. പിന്നെ ഇതിനിടയ്ക്ക് ആളും വന്ന് മഞ്ഞളൊക്കെ തേച്ച്. ഇത് ആങ്ങളയാണ് കേട്ടോ. ആങ്ങളക്കൊച്ചൻ മഞ്ഞൾ വാരി തേച്ച് ഓടിയിട്ടുണ്ട്. പിന്നെ അച്ചച്ചന് വന്ന് മഞ്ഞൾ തേച്ചു. ഇതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും വന്ന് മഞ്ഞൾ കയ്യിൽ തേച്ച് പാനൊരുങ്ങിയത്. പിന്നെ എണ്ണയും കൊണ്ട് മുഖത്തും തേപ്പിച്ച് മഞ്ഞളെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ആൾ കുളിക്കാൻ പോയി. കുളിച്ചൊരുങ്ങി വന്ന് പിന്നെ മുടിമുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ്. പിന്നെ നമ്മൾ മധുരം കൊടുക്കുന്ന ചടങ്ങിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർ മധുരം കൊടുക്കാൻ തുടങ്ങി. അയാൾ മധുരം കഴിച്ചത് പക്ഷേ വായിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അവസാനം വെള്ളം കുടിക്കേണ്ടി വന്ന് ഇറക്കാനായിട്ട്. അതിനെല്ലാവരും വരുമ്പോൾ ഗ്ലാസും കൊണ്ടാണ് ആളിരിക്കുന്നത്. പിന്നെ ഇറക്കാൻ പറ്റാതായപ്പോൾ അച്ചച്ചൻ മധുരം കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളം കുടിച്ചിറക്കിയിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ മധുരം കൊടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാമായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ട് ഊണിൻ്റെ പരിപാടിയായിരുന്നു. ബിരിയാണിയായിരുന്നു, ബീഫ് ബിരിയാണി. ഞാൻ കഴിക്കത്തില്ല, ഞാൻ ചോറാണ് കഴിച്ചത്. അങ്ങനെ ഊണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ആദ്യമോൻ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. എല്ലാവരുടെയും കൈ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ.